ലിബിയയിലെ ഭരണാധികാരിയായ ഗദ്ദാഫിയുടെ മകനെ വെടിവെച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. അദ്ദേഹം മുഅമ്മർ ഗദ്ദാഫി എന്നാണ് ഗദ്ദാഫിയുടെ മുഴുവൻ പേര്. ലിബിയയിലെ അതെന്താന്ന് വെച്ചാൽ ലിബിയയിലേക്ക് ധാരാളം മലയാളികൾ, അതൊരു പെട്രോൾ ധാരാളം ഉള്ള ഒരു സ്ഥലം ആണ് ഉത്തരാഫ്രിക്കയിലെ. അപ്പോൾ ലിബിയയിലേക്ക് ധാരാളം മലയാളികൾ ആദ്യകാലത്തൊക്കെ കുടിയേറ്റം നടത്തിയിട്ടുണ്ട്. ലിബിയെ പറ്റിയൊക്കെ ഞാൻ വായിക്കുന്ന കാര്യം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മാത്തുക്കുട്ടി ജെ കുന്നപ്പള്ളി എന്ന് പറഞ്ഞ മലയാളി വാളക്കുഴി മുതൽ ട്രിപ്പോളി വരെ എന്ന് പറഞ്ഞ ലിബിയയിലേക്ക് ചെല്ലും ആദ്യത്തെ യാത്രയുടെ വിവരണം ജനയുഗത്തിലെ അക്കാലത്ത് എഴുതിയിരുന്നു. ജനയുഗം വാരിക വളരെ പ്രസിദ്ധമായിരുന്നു. കാമ്പശ്ശേരിക്കാരനാരൻ പത്രാധിപരായിരുന്നു. അപ്പൊ അങ്ങനെ ലിബിയയിലേക്ക് ധാരാളം മലയാളികൾ പോയിട്ടുള്ളത് കൊണ്ട് ലിബിയ, അതുപോലെ ഗദ്ദാഫി, ഇതൊക്കെ വളരെ അറിയപ്പെടുന്ന ആളുകളാണ്. രാജ്യവും വ്യക്തിയുമാണ് കേരളത്തില്. മാത്രമല്ല ഏതാണ്ടൊരു അണുബോംബിന്റെ ഒക്കെ അടുത്ത് എത്തിയ രാജ്യമാണ് ഈ ലിബിയ. അതുകൊണ്ട് തന്നെയാണ് ഈ ഗദ്ദാഫിയെ നാറ്റോ രാജ്യങ്ങളെല്ലാം ചേർന്ന് അട്ടിമറിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു അരാജകത്വം നിറഞ്ഞ പട്ടാള ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗദ്ദാഫിയുടെ സ്വാഭാവികമായും പിൻഗാമിയായിട്ട് വരേണ്ടിയിരുന്ന ആളാണ് മകൻ സൈഫ് അൽ ഇസ്ലാം ഗദ്ദാഫി. അപ്പൊ സൈഫിനെയാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ഒരു 4 അംഗ സംഘം ആണ് കൊന്നിരിക്കുന്നത്. 53 വയസ്സായിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അത് നടക്കുകയാണെങ്കിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ 2015 ഈ സൈഫിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. 2011 അവിടെ പ്രക്ഷോഭം നടക്കുമ്പോൾ ജനങ്ങളെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ ഇയാളും പങ്കുവഹിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അക്കാര്യത്തിൽ വിചാരണ ചെയ്തിട്ടാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. പിന്നീട് മാപ്പ് കൊടുത്ത് ജീവിച്ചു പോരുകയായിരുന്നു അയാളുടെ സ്വന്തം നാട്ടില്. അപ്പോൾ 4 ആയുധധാരികൾ എത്തിയാണ് കൊന്നിരിക്കുന്നത്. സിൻഡാൻ എന്ന് പറഞ്ഞ മലയോര ഗ്രാമത്തിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അത് ഗദ്ദാഫിയുടെ സ്വന്തം സ്ഥലം ആണ് ഈ സിൻഡാനിലെ വീട്ടിലെത്തിയാണ് 4 പേര് കൊന്നതെന്നാണ് ആഗോള മാധ്യമങ്ങളിലെ റിപ്പോർട്ട്. പക്ഷെ സൈഫിന്റെ സഹോദരി പറഞ്ഞിരിക്കുന്നത് ലിബിയയുടെയും അൾജീരിയയുടെയും അതിർത്തിയിൽ വെച്ചിട്ടാണ് കൊലപാതകം നടന്നത് എന്നാണ്. അപ്പൊ കൊലപാതകത്തിനെ പറ്റി 2 വേർഷൻ ഉണ്ട്. വിവാദ പുരുഷൻ ആണ് ഒരു കാലത്ത് ഈ പറഞ്ഞ പോലെ ഗദ്ദാഫിയുടെ പിൻഗാമി ആകുന്നു വിചാരിച്ചിരുന്ന ആളുമാണ്. ഗദ്ദാഫി ഭരിച്ചിരുന്നത് 1969 മുതൽ 2011 വരെയാണ്. 2011 ഗദ്ദാഫിയെ അട്ടിമറിച്ചിട്ട് ഗദ്ദാഫിയെ കൊലപ്പെടുത്തി അവിടെ. അപ്പോൾ സൈഫ് ജനിച്ചത് 1972 2000-ന്റെ ഒക്കെ ഒരു തുടക്കത്തിൽ ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായിട്ട് ഇയാൾ പഠിച്ചത് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലാണ്. ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം സൈഫിന്. അപ്പൊ അതുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് നല്ല അടുപ്പത്തിന് ശ്രമിച്ചിരുന്നു. അത് നല്ല കാര്യമായിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ കണ്ടിരുന്നു. പക്ഷെ 2011 പ്രക്ഷോഭം നടക്കുമ്പോൾ ഇയാളുടെ തനിനിറം വെളിപ്പെടുത്തി. ഇയാൾ പ്രക്ഷോഭകരെയൊക്കെ അടിച്ചമർത്താനായിട്ട് മുന്നിട്ടിറങ്ങി. അപ്പോൾ സിൻഡാനില് ഇയാളുടെ രാജ്യത്ത് തന്നെ, ഇയാളുടെ തന്നെ നാട്ടിൽ തന്നെ പട്ടാളം 6 കൊല്ലം ഇയാളെ തടവിലാക്കിയിരുന്നു, വീട്ടുതടങ്കിൽ ആക്കിയിരുന്നു. രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ മുമ്പിൽ ഇയാൾ കുറ്റവാളിയായിട്ട് ഇയാളുടെ കേസുകൾ വിചാരണ ചെയ്തിരുന്നു. 2015 ട്രിപ്പോളി കോടതി ഇയാളുടെ അസാന്നിധ്യത്തിൽ ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നു സൈഫിന്. 2021 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഇയാൾ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ 2015 വധശിക്ഷ വിധിക്കപ്പെട്ട ആളായതുകൊണ്ട് ഇയാൾക്ക് തെരഞ്ഞെടുപ്പിൽ അയോഗ്യതയുണ്ടെന്ന് അവിടുത്തെ പട്ടാള ഭരണം പ്രഖ്യാപിച്ചു. ഇയാൾക്ക് അയോഗ്യത വിധിച്ചു. ഇയാൾക്ക് മത്സരിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 2021 മാറ്റിവെച്ച പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല ലിബിയയിൽ. അപ്പോൾ 4 അംഗ കമാൻഡോ യൂണിറ്റ് ആണ് ഇയാളെ കൊലപ്പെടുത്തിയത് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്.
ഗദ്ദാഫി 42 കൊല്ലമാണ് ഭരിച്ചത്. സൈഫ് 2000 മുതൽ 2011 വരെ ആണ് പാശ്ചാത്യ രാജ്യങ്ങളുമായി ലിബിയയെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചത്. 2011 അയാൾ പരിഷ്കാരിയാണെന്നുള്ള തോന്നൽ ലോകരാജ്യങ്ങൾക്ക് മാറി. അപ്പോൾ ഒരു പദവിയും ഇല്ലാതെ തന്നെ ഇയാൾ ലിബിയൻ രാഷ്ട്രീയത്തിനെ നിയന്ത്രിച്ചു പോന്നിരുന്നു. ഗദ്ദാഫിയെ ആണവ പദ്ധതികളിൽ നിന്ന് പിന്മാറ്റിയത് ഈ മകനാണ്, സൈഫാണ്. അണുബോംബ് ഉണ്ടാക്കണ്ട, ഇപ്പൊ ഇറാന്റെ അവസ്ഥയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എത്തും. അങ്ങനെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു രാജ്യങ്ങൾ ലിബിയക്കെതിരെ. ആ ഉപരോധങ്ങൾ പിൻവലിച്ചു, ആ പദ്ധതി വേണ്ടെന്ന് വെച്ചപ്പോ. അപ്പോ ഞാൻ പിൻഗാമിയാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇയാൾ പറഞ്ഞിരുന്നു. എനിക്ക് അങ്ങനെ രാജ്യം പരമ്പരാഗതമായിട്ട് അവകാശപ്പെടാൻ രാജ്യം ഒരു കൃഷിയുടെ ഒന്നും അല്ലല്ലോ എന്ന് സൈഫ് പറഞ്ഞിരുന്നു. അത്രയും തിരിച്ചറിവ് അയാൾക്കുണ്ട്. അപ്പോൾ നോർത്ത് ആഫ്രിക്കൻ രാജ്യമാണ് ഈ സിൻഡാൻ, ഈ കൊലപാതകം നടന്ന മേഖല. ട്രിപ്പോളിയാണ് തലസ്ഥാനം. ട്രിപ്പോളിയിൽ നിന്ന് 136 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറാണ് ഈ സിൻഡാൻ എന്ന് പറഞ്ഞ നഗരം. ഇയാൾ പൂന്തോട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇയാളെ ഈ സംഘമെത്തി വെടിവെച്ച് കൊന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ക്യാമറകൾ കേടാക്കിയിരുന്നു, CCTV ക്യാമറകളൊക്കെ ഈ സംഘം കേടാക്കിയിരുന്നു. ഒരു വാക്കേറ്റം നടന്നു, അതിനുശേഷമായിരുന്നു കൊല. പുലർച്ചെ 2:30-ക്കാണ് കൊലപാതകം എന്നാണ് റിപ്പോർട്ടിൽ കാണുന്നത്. അപ്പോൾ 1988 സ്കോട്ട്ലൻഡിലെ ലോക്കർബിയിൽ ഒരു പാനാം വിമാനം, ലിബിയ പാനാം വിമാനം 103, ഈ സെപ്റ്റംബർ 11 ദുരന്തത്തിൽ ഇപ്പോഴത്തെ തലമുറയുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നത് ഇസ്ലാമിക ഏറ്റവും വലിയ ആക്രമണം എന്ന് പറയുന്നത്. ആ സെപ്റ്റംബർ 11 മുമ്പത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകരാക്രമണമാണ് അന്ന് ലോക്കർബിയിൽ നടന്നത്, സ്കോട്ട്ലൻഡില്. പാനാം വിമാനം 103 അത് ബോംബ് വെച്ച് തകർത്തു. ലിബിയാണ് അത് ചെയ്തത്, ഗദ്ദാഫി. അത് 259 യാത്രക്കാർ കൊല്ലപ്പെട്ടു. അതിൽ അവർക്ക് പിന്നീട് ആ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുത്ത ആളാണ് സൈഫ്. അതിനുവേണ്ടി ശ്രമിച്ച ആളാണ്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇയാളെ ഈ വധശിക്ഷക്കൊക്കെ വിധിക്കുന്ന 2015 കാലത്തൊക്കെ ഇയാളൊരു ബദൂയിൻ എന്ന് പറയുന്ന ഗോത്രമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബദൂയിൻ ട്രൈബ് ഗോത്രത്തിൽപ്പെട്ട ആളായിട്ട് വേഷം കെട്ടിയിട്ട്, ഇയാൾ സാധാരണ പാൻറ്റും ഷർട്ടും ഒക്കെ ഇടുന്ന ആള് മറ്റേ നീളൻ കുപ്പായം ഒക്കെ ഇട്ട് താടിയൊക്കെ വളർത്തിയ ഒരു ബദൂയിനായിട്ട് നൈജറിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴാണ് പട്ടാളം ഇയാളെ പിടികൂടിയത്. ഈ കടുവ വളർത്തലൊക്കെ ഉണ്ടായിരുന്നു ഇയാൾക്ക്. ഫാൽക്കനുകളെ പറപ്പിക്കുന്ന പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു വിനോദത്തിന്. 2017 ഇയാളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. 2021 ഈ പറഞ്ഞ പോലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു കാലത്ത് ഇയാൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇയാളെ ഉന്മൂലനം ചെയ്തേക്കുക എന്ന് ഈ സംഘം ഇപ്പോഴത്തെ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ടാകാം എന്ന് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.